അയ്യപ്പ ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് എന്താണ് പറയാനുള്ളത്? പുതിയ സംഭവം ഇറങ്ങാൻ പോയി. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാണ്. അപ്പം ഒരു വെറൈറ്റിക്ക് നമ്മൾ പപ്പാനിയെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം പിള്ളേരെല്ലാം റെഡിയാണ്. നമ്മൾ സാധനമൊക്കെ ഇവിടെ കാർഡ്ബോർഡൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മൾ പനയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്താണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. കുടഞ്ഞിടൂ. ഓ എന്തുള്ളത്? എത്ര വലിപ്പം? 6 അടിയാവും. ഓരോരോ കഷ്ടപ്പാടേ. എഞ്ചിനീയർ പാർത്തൻ ഇതാ പപ്പാനിയെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മൾ പപ്പാനിയുടെ വയർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഗായ്സ്, അപ്പം നമ്മൾ അവസാനം വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയി ഗായ്സ്. നമ്മുടെ പപ്പാനി എന്തോ അസുഖം പിടിച്ചോണായിപ്പോയി. നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചെടുത്ത ഒരു കാര്യമായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നെക്സ്റ്റ് ഇയർ പപ്പാനിയെ സെറ്റാക്കാറ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഉള്ളത് കൊണ്ട് ഓണം പോലെ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗായ്സ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. വലിയ ചർച്ചയാണ്. ദിസ് ഈസ് ഉണ്ണിക്കുട്ടൻ. എടുക്കാൻ പറ്റും ചൂടുണ്ടോ? അപ്പോൾ ഗൈസ്, നമ്മൾ പടക്കമൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. അവിടെ ഇരിക്കണം. ഹാപ്പി ന്യൂ ഇയർ. പപ്പാജി ഫ്ലോപ്പായി ഗായ്സ്. പപ്പാജിയെ കത്തിക്കാൻ പറ്റുന്നില്ല. കുറച്ച് പടക്കം ഇട്ട് പിടിച്ചാലോ, കണ്ടു.
ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ നമ്മുടെ പപ്പാജി കത്തിയിരിക്കുകയാണ് ഗായ്സ്. അയ്യപ്പ ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് എന്താണ് പറയാനുള്ളത്? പുതിയ സംഭവം തുടങ്ങാൻ പോവാ. പുതിയ സംഭവം തുടങ്ങാൻ പോവാ. എന്താ സംഭവം? അതൊക്കെ ഉണ്ട് സസ്പെൻസ്. എന്താ സസ്പെൻസ്? നിന്റെ കല്യാണം? കല്യാണമൊന്നുമില്ല, പാക്കേജിന്റെ പുതിയ സസ്പെൻസ്.